എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് കളിമണ്ണിൻ്റെ ഭംഗിയാണ് കേട്ടോ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഗാർഡനിൽ വയ്ക്കാവുന്നതും നമ്മുടെ വീടിനെ ഭംഗിയാക്കാവുന്നതുമായിട്ടുള്ള കുറേ ചാരുഭംഗികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭന ആഭരണങ്ങൾ കണ്ട മാതിരിയാണ് ഇതൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വിലയ്ക്കൊന്നും ഒക്കില്ല അത്രയും വലിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ട് പോകാൻ. പിന്നെ അതിന് മാത്രമുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ വാങ്ങാറ് ഇവിടുന്ന്. ഒരു പ്രാവശ്യം മോനെ കൊണ്ടാക്കാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ എന്തോ ബ്ലോക്ക് വന്നിട്ട് ഞങ്ങൾ ഊരകത്തുനിന്ന് തിരിച്ചു വിട്ടു. അപ്പോഴാണ് ഞാനിത് ഒറ്റ നോട്ടത്തിൽ ഈ ഫാക്ടറി കണ്ടത്. പിന്നീട് ഞാൻ ആളോട് പറഞ്ഞ് ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ പോയി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായത് കേട്ടോ. ഞങ്ങൾ 1-2 പ്രാവശ്യം മുൻപും ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ നല്ല ഭംഗി നൽകുന്ന കുറേ മണ്ണിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധൻ്റെ പലതരത്തിലുള്ള പ്രതിമകളുണ്ട്. ഇപ്പം പാഷ്യൊക്കെ ഭയങ്കര ഫാഷനല്ലേ. നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ഫാഷനാണ്. അപ്പോൾ അതിലൊക്കെ വയ്ക്കാൻ പറ്റിയ മണ്ണിൻ്റെ പാത്രങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് കണ്ട കൊതിയാവുന്ന തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്ക് വന്ന് നോക്കൂ. വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റിനൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തൂക്കിയിടാവുന്ന വിളക്കുകളൊക്കെയാണ്. ഈ പോട്ടുകളൊക്കെ നമ്മൾ ഒരെണ്ണം വാങ്ങി വെച്ച് അതിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈ ഗോപുരം പോലത്തെ സാധനത്തിന് 3500 എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. തൂണ് പോലെയൊക്കെ വെക്കാനുള്ളതായിരിക്കും. എങ്കിലും ഇത് നല്ല ഭംഗിയാവും നമ്മുടെ വീടുകളിലൊക്കെ. ഇന്നത്തെ ഫാഷനായിട്ടുള്ള ചെങ്കല്ല് കൊണ്ടുള്ള പണിയണ വീടുകളിലൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓരോന്നും വയ്ക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ആളുകൾ വെറും ഒരു വീട് പണിയുകയല്ലല്ലോ, അതിനെ എന്താ പറയുക, ഒരു മനോഹരമായ ആർട്ട് ഗാലറി പോലെ ആക്കി വരുന്നവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്നത്തെ വീടുകളുടെ ഉദ്ദേശം. അതായത് എല്ലാവരും സ്ട്രെസ്സും സ്ട്രെയിനും കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട് എന്ന് പറയുന്നത് നല്ല കാമായിട്ടുള്ള നല്ല കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ മൺപാത്രങ്ങൾ തന്നെ നമുക്ക് നല്ല കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരിക. നമുക്ക് ഈ പാത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ പ്രകൃതിയോട് അലിഞ്ഞ് ചേർന്ന് നിൽക്കുകയാണെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഇത് താമരയൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. അതിലൊക്കെ നമുക്ക് താമര ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയാവും. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഓരോ ഹാളിലൊക്കെ നല്ല മാസ്റ്റർ പീസ് പോലെയൊക്കെ വെക്കുകയാണെങ്കിൽ ആ വീടിന് തന്നെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എനിക്കിത് കണ്ടിട്ടൊന്നും മതിയാവണില്ല. ഈ പോട്ടിലൊക്കെ നല്ല ഒരു ചട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ചെടിയൊക്കെ വെച്ച് നല്ല ഫ്രണ്ടിൽ പറമ്പൊക്കെ ഉള്ള ലോണൊക്കെ പിടിപ്പിക്കാനുള്ള സ്ഥലമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരവും. നമ്മുടെ വീടിൻ്റെ സ്റ്റൈല് തന്നെ മാറിപ്പോവും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ സാധനങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. ചട്ടികളൊക്കെ നല്ല ഉറപ്പുള്ള ചട്ടികളാണ്. അപ്പോൾ ഏത് വലുപ്പത്തിലുള്ള ചട്ടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു സാധനം മാത്രമല്ല, എത്ര വലിയ സാധനം ഇപ്പോൾ ഇവിടെ ഓർഡർ കൊടുക്കുകയാണ്, നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കി തരും. ഇതിലൊക്കെ നമുക്ക് പലതരം ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗാർഡനിൽ മനോഹരമാക്കാം. അപ്പോൾ ഏത് സാധനം വേണമെങ്കിലും ഓർഡർ കൊടുത്താൽ, ഇതൊരു കളിമണ്ണ് ഫാക്ടറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതേപോലെ അവരുണ്ടാക്കി തരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് വീട് പണിയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഓരോ സ്വപ്നങ്ങളുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ വെക്കണം എന്നൊക്കെ ആശകളുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ ഒന്ന് വന്ന് നോക്കിയിട്ട് ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളില്ലെങ്കിൽ അതേപോലത്തെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ സാധനങ്ങളും കാണാൻ. എനിക്ക് പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. മണ്ണ്, ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളോടും എനിക്ക് ഭയങ്കര ഒരു കമ്പാണ്. എനിക്ക് വീടിനോട് ചുറ്റുമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, എന്നെപ്പോലെ ഇഷ്ടങ്ങളുള്ള ഇതിനാണ് ഞാൻ 3500 പറഞ്ഞേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗാർഡനിൽ വയ്ക്കാവുന്ന എന്താ പറയുക, ചെടി നനയ്ക്കാൻ പോകുന്ന ഒരു സ്ത്രീ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തൂക്കിയിടാവുന്നതാണ്. ഇതൊരു മണിക്ക്
40 രൂപയാണ്. അപ്പോൾ എത്ര മണി ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് അതിൻ്റെ വില എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ 30 രൂപയാണ് ഒരു മണിക്ക്. അപ്പോൾ മണി എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ വില കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാവർക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്നാണ്. ഇതിന് ഒരെണ്ണത്തിന് 150 എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സ്ത്രീയും പുരുഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ട് ഒന്ന് പൊക്കിയും ഒന്ന് താഴ്ത്തിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. താറാവിനൊക്കെ 400 300 എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള അറിയില്ല. നല്ല നല്ല വലിയ വലിയ പ്രതിമകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ വില എഴുതിയിട്ടുണ്ട്. 3400 3500 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വില എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്ര വലിയ വിലയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് 2200 എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധൻ്റെ പ്രതിമ ഇത്രയും വലുതിനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ട് ചെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറേ റേറ്റൊക്കെ അതിൽ കണ്ടു 2000 എന്നൊക്കെ പറഞ്ഞിട്ടാണ് റേറ്റ്. ഈ ക്ലോക്കിന് 600 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല ക്ലോക്കാണ്, നല്ല ഉറപ്പുണ്ട്. ഇതൊരെണ്ണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ റൂമിൻ്റെ ഒരു ഭംഗി തന്നെ നന്നായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്ലോക്കുകളൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന പോട്ടിനൊക്കെ 400 രൂപ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പോട്ട് ചെടി ഇറക്കി വെക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ സാധനങ്ങളും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേറ്റിനാണ് കിട്ടുന്നത്. വലിയ വലിയ പ്രതിമകൾക്കൊക്കെയാണ് മുകളിൽ 3500 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർ എന്തായാലും ഇവിടേക്കൊന്ന് വന്ന് നോക്കൂ. ഇത് ഊരകത്തുനിന്ന് ആമ്പല്ലൂർക്ക് പോണ വഴിയാണെന്നുണ്ട്. കടലാശ്ശേരി എന്നാണ് അതിൽ എഴുതിയിരിക്കണേ. ലാസ്റ്റ് അത് അവരുടെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും എന്താ പറയുക, അങ്ങനത്തെ ഒരു അവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ എനിക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ അവിടെ പോണതാണ്, അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചു തന്നു മാത്രം. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് സ്ഥലമൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ഒന്ന് പോയി നോക്കൂ കേട്ടോ.